കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിൽ നടത്തിയ പ്രസംഗം ചർച്ചയായി മാറുന്നു. മന്ത്രിയാകാൻ ഒരിക്കലും താൽപ്പര്യപ്പെട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യം പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. തന്റെ വരുമാനം നിലച്ചിരിക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം. സിനിമാ അഭിനയമാണ് തന്റെ താൽപ്പര്യപ്പെടുന്നത്. തന്റെ മക്കൾ എവിടെയും എത്തിയിട്ടില്ലെന്നും പണം ഇനിയും സമ്പാദിക്കണമെന്നും വരുമാനം നിലച്ചുപോകാൻ പാടില്ലെന്ന് സുരേഷ് ഗോപി പറയുന്നു. പകരക്കാരനായി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഒരാൾ സുരേഷ് ഗോപി നിർദ്ദേശിക്കുകയും ചെയ്തു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബി.ജെ.പി കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ ലോക്സഭാ സീറ്റാണ് സുരേഷ് ഗോപിയുടേത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചത്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. കണ്ണൂരിൽ സദാനന്ദൻ എം.പിക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയാണ് സുരേഷ് ഗോപി പദവി ഒഴിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. ബി.ജെ.പി അംഗത്വം 2016-ലാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തെ പരസ്യമായി പ്രവർത്തിച്ചുള്ള പരിചയം കുറവാണ്. നേരത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി മത്സരിച്ചും ജയിച്ചതും. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ: ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് പത്രക്കാരോട് പറഞ്ഞു മന്ത്രിയാകേണ്ടത് എന്നതാണ്. സിനിമയെ തുടരാം, മന്ത്രിയായാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സിനിമ അഭിനയം തുടരാൻ ഒരുപാട് സമ്പാദിക്കണം. തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഒപ്പം വരുമാനം ആശ്രയിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ സഹായിക്കണമെങ്കിൽ പണം വരുമാനം നിലയ്ക്കാൻ പാടില്ല. ഇപ്പോൾ നല്ലതുപോലെ നിലച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിൽ ഏറ്റവും ഇളയ അംഗമാണ്. 2016 ഒക്ടോബർ 28-ന് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. 6 മാസത്തിനുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി എടുക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ അതില്ലായിരുന്നു. എൻ്റെ ഇളയ അംഗത്തിനാണ് മന്ത്രിസ്ഥാനം നൽകിയത്. ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അംഗീകാരമാകും. കേരളത്തിൽ നിന്ന് ആദ്യത്തെ തിരഞ്ഞെടുക്കുന്ന എം.പി എന്ന നിലയിൽ പാർട്ടിക്ക് അങ്ങനൊരു ഉത്തരവാദിത്തം ഉണ്ടാകും.